BJP-യുടെ വക്താവ് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. അദ്ദേഹം പറയുന്നത് 1% വോട്ട് വാങ്ങാത്ത രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടില്ല എന്നാണ്. ഗോവയിലെ ഒരു പ്രാദേശിക പാർട്ടി അവർക്ക് 40 ലക്ഷം കിട്ടിയെന്നാണ് പറയുന്നത്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ വസ്തുതാപരമായിട്ട് ഇങ്ങനെ മണ്ടത്തരം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് നോക്കി വായിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. വസ്തുതാപരമായി തെറ്റാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് അത് വസ്തുതാപരമായി വെറുതെ മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ചാൽ പോരാ, അത് തെളിയിക്കണം. 1% വോട്ട് പോരാ എന്നത് തെറ്റായ വാദമാണ്. അത് നിലപാടിന്റെ പ്രശ്നമാണ്. 2017 രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ MP-മാർ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഈ ഏർപ്പാടിന് ഞങ്ങൾ എതിരാണ്. പക്ഷേ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ അതിനെ അനുകൂലിച്ചു. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? അഴിമതിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. ആരായി ഇതിനകത്ത് അഴിമതി നടത്തിയത്? 7000 കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയത്. എങ്ങനെ? ഇവരുടെ സൗന്ദര്യം കണ്ട് കൊണ്ടുകൊടുത്തല്ല. ED എന്ന ഗുണ്ടാസംഘത്തെ പറഞ്ഞുവിടും. ആദ്യം ആ ഗുണ്ടാസംഘം പോയിട്ട് റെയ്ഡ് നടത്തും. 400 കോടി 500 കോടി പിടിച്ചെടുത്തു, കള്ളപ്പണമാണ് എന്ന് രേഖയുണ്ടാക്കും. എന്നിട്ട് ഭീഷണിപ്പെടുത്തി പിറ്റത്തെ ദിവസം തന്നെ അവരെ കൊണ്ടിങ്ങോട്ട് ബോണ്ട് വാങ്ങും. അങ്ങനെ 7000 കോടി വാങ്ങി വെച്ചിട്ടാണ് അഴിമതിയെക്കുറിച്ച് വലിയ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുന്നത്.